നമസ്കാരം. കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. വിഭൂതി തിരുനാൾ ആചരിച്ച് വലിയ നോമ്പിലേക്ക് ഭക്ത്യാദരപൂർവ്വം പ്രവേശിച്ച സീറോ മലബാർ സീറോ മലങ്കര വിശ്വാസികൾ. കത്തീഡ്രൽ ദേവാലയങ്ങളിൽ അതാത് രൂപതധ്യക്ഷന്മാർ വിഭൂതി തിരുനാളിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാക്കനാട് സെയിന്റ് തോമസ് മൗണ്ടിൽ നടന്ന വിഭൂതി തിരുനാൾ ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികനായി. മാനന്തവാടി രൂപത ചിത്രഗിരി സെയിന്റ് ജോർജ് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ ജോയി തുറത്തേലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിഭൂതി തിരുനാൾ ആഘോഷിച്ചു. കുരുത്തോല കത്തിച്ച് ചാരത്തിൽ കലക്കി കൂദാശ ചെയ്ത് നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് വലിയ നോമ്പിലേക്ക് വിശ്വാസി സമൂഹം പ്രവേശിച്ചു. എല്ലാവരും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെന്നും നാവുകൊണ്ട് ആരെയും കൊല്ലാതെ ക്രിസ്തുവിന്റെ ജീവനും ജീവിതവും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ ഈ നോമ്പ് കാലത്താകട്ടെ എന്ന് ഫാദർ ജോയി തുറത്തേൽ വചന സന്ദേശത്തിലൂടെ പറഞ്ഞു. സീറോ മലബാർ സമുദായത്തിന്റെ അർഹമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുവാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സംഘടിപ്പിച്ച അവകാശ സംരക്ഷണ പ്രഖ്യാപന നേതൃത്വ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യനു വേണ്ടി നിലപാടെടുക്കുന്ന രാഷ്ട്രീയക്കാരെന്ന് കേരളത്തിൽ കുറയുകയാണ്. പുതിയ രാഷ്ട്രീയ സംസ്കൃതി ഉണ്ടാകേണ്ട സമയമായി എന്നും മാർ തട്ടിൽ പറഞ്ഞു. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ ബിഷപ്പ് ലഹരി മാഫിയിൽ നിന്നുള്ള സമൂഹത്തെ സംരക്ഷിക്കാൻ സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും ഓർമ്മിപ്പിച്ചു. ലഹരി ഉപയോഗം യുവതലമുറയെ അക്രമികളാക്കുന്നുവെന്ന് ആശങ്കയറിയിച്ച പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ലഹരി വസ്തുക്കളുടെ വ്യാപനം സൃഷ്ടിക്കുന്ന സാമൂഹ്യ അരക്ഷിതാവസ്ഥയ്ക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്നും ബിഷപ്പ് പറഞ്ഞു. കാർത്താസിന്റെ സഹകരണത്തോടെ പാലാ സോഷ്യൽ സർവീസ് സൊസൈറ്റി നടത്തിവരുന്ന ആശാകിരണം ക്യാൻസർ സുരക്ഷാ യജ്ഞത്തിന്റെ ഭാഗമായി ഈ വർഷത്തെ ക്യാൻസർ ദിനാചരണം പാലാ ബിഷപ്പ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. ലഹരി ഉപയോഗം യുവതലമുറയെ ലഹരി ഉപയോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ വ്യക്തി കുടുംബ തലങ്ങളിൽ മൂല്യബോധം ഉറപ്പുവരുത്താനാവണമെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. കേരളത്തിൽ സ്ഫോടനാത്മകമായ സ്ഥിതി ചെയ്യുന്ന ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസിലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ. എല്ലാത്തിനും കാരണം മദ്യവും മയക്കുമരുന്നുമാണെന്നും ചൂണ്ടിക്കാട്ടി. കൊച്ചി കണ്ടനാട് വെസ്റ്റ് മദ്രാസിന്റെ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. ദൈവത്തിന്റെ സ്വന്തം നാട് ചികിത്താന്റെ സ്വന്തം നാടായി മാറുന്നുവെന്നും സമൂഹത്തിലെ തിന്മകളോട് പ്രതികരിക്കുക എന്നത് സഭയുടെ ഉത്തരവാദിത്തമാണെന്നും ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസിലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. തിരുത്തലുകൾ വേണ്ടിവരുമ്പോൾ സഭ ഓർമ്മിപ്പിക്കുന്നുവെന്നും ബ്രൂവറി വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി കത്തോലിക്ക ബാവ കൂട്ടിച്ചേർത്തു. പരിശ്രമത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും തങ്ങളുടെ ആത്മീയ ചൈതന്യം നാടിന്റെ വികസനത്തിനായി സമർപ്പിച്ചവരാണ് കുടിയേറ്റ ജനതയെന്ന് കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മുലക്കാട്ട്. മലബാർ ജ്ഞാനായ പ്രേക്ഷിത കുടിയേറ്റത്തിന്റെ 83ാം വാർഷിക ദിനാചരണവും പ്രൊഫസർ വി ജെ ജോസഫ് കണ്ടോത്ത് അനുസ്മരണവും രാജപുരത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. തങ്ങളുടെ പൈതൃകവും സമുദായ സ്നേഹവും നഷ്ടപ്പെടാതെ കുടിയേറ്റ ജനത പുതിയൊരു സംസ്കാരത്തിന് ഭാഗമായി തീരുകയായിരുന്നു. കുടിയേറ്റത്തിന്റെ അനുസ്മരണം പുതുതലമുറയ്ക്ക് ആത്മവിശ്വാസത്തിന്റെയും അതിജീവനത്തിന്റെയും ത്യാഗപൂർണമായ ജീവിത മാതൃക പ്രദാനം ചെയ്യുന്നതാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. നിർമ്മാണ നിരോധനവും വന്യജീവി ആക്രമണങ്ങളും വനനിയമങ്ങളിലെ സങ്കീർണതയും CHR മേഖലയിലെ പ്രതിസന്ധിയുമെല്ലാം ഇടുക്കിയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ മെല്ലെപ്പോക്കിനെതിരെ ജനവികാരം ഉയർത്തിക്കാട്ടി ഇടുക്കി രൂപത സമരമുഖത്ത് സജീവമാകുന്നു. ഇതോടനുബന്ധിച്ച് മാർച്ച് 4 ഇടുക്കി കളക്ടറേറ്റിലേക്ക് ബഹുജന കർഷക പ്രതിഷേധ മാർച്ച് നടത്തുന്നു. രാവിലെ പൈനാവിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് ഇടുക്കി രൂപത മിത്രൻ മാർ ജോൺ നെല്ലിക്കുന്നയിൽ ഉദ്ഘാടനം ചെയ്യും. എടൂർ ആറളത്ത് കാട്ടാനക്കലിയിൽ 2 ജീവൻ കൂടി പൊലിഞ്ഞതിൽ പ്രതിഷേധിച്ചും വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ ശ്വാസത നടപടികൾ ആവശ്യപ്പെട്ടും KCYM തലശ്ശേരി അതിരൂപത കമ്മിറ്റി എടൂരിൽ നടത്തിയ രാപ്പകൽ ഉപവാസ സമരം സമാപിച്ചു. KCYM സംസ്ഥാന പ്രസിഡന്റ് എബിൻ കടിവാലിൽ, അതിരൂപത പ്രസിഡന്റ് ജോയൽ പുതുപ്പറമ്പിൽ, ഡയറക്ടർ ഫാദർ അഖിൽ മുക്കുടി, സംസ്ഥാന സെക്രട്ടറി വിപിൻ ജോസഫ് തുടങ്ങിയവർക്ക് നാരങ്ങനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. ആറളം ആനമതിൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുക, താൽക്കാലിക ഫെൻസിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക, ആറളം ഫാമിലെ വനഭൂമി വെട്ടിത്തെളിക്കുക, സർക്കാർ ധനസഹായം പൂർണ്ണതോതിൽ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ആറളം ഫാമിൽ കാട്ടാന ചവിട്ടിക്കൊന്ന ദമ്പതികളായ വെള്ളിക്കും നീലയ്ക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അധികാരികളുടെ നിസ്സംഗതയ്ക്കും കാടത്ത കാട്ടുനീതിക്കുമെതിരെ കരിക്കോട്ടക്കര ഇടവകയുടെ നേതൃത്വത്തിൽ കർഷകരുടെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ നേതാക്കൾ, കർഷകർ, മാതൃവേദി അംഗങ്ങൾ, സിസ്റ്റേഴ്സ്, യുവജനങ്ങൾ എന്നിവർ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ്
മെത്രാപ്പൊലീത്തൻ പള്ളിയിൽ നടത്തുന്ന 6ാമത് 40 ദിന പ്രാർത്ഥന കരുണാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. മാർച്ച് 2 മുതൽ ഏപ്രിൽ 11 വരെ നടത്തപ്പെടുന്ന 40 ദിനരാത്ര ശുശ്രൂഷയിൽ തിരുസഭയ്ക്ക് വേണ്ടിയും ദേശത്തിനു വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രത്യേക നിയോഗം വെച്ചാണ് നടത്തുന്നത്. പരിശുദ്ധ കുർബാനയുടെ ആരാധന, ബൈബിൾ പാരായണം, യാമപ്രാർത്ഥനകൾ, പ്രശസ്ത ധ്യാന ഗുരുക്കന്മാരുടെ വചനപ്രഘോഷണങ്ങൾ എന്നിവയിലൂടെയാണ് 40 ദിനരാത്ര പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. ഏപ്രിൽ 11 സമാപന ശുശ്രൂഷയുടെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം നിർവഹിക്കും. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഒരുക്കമായും ജൂബിലി വർഷത്തോടനുബന്ധിച്ചും ജീവിതത്തെ നവീകരിക്കുന്നതിനായി ഭരണങ്ങാനം വിശുദ്ധ അൽഫോൺസാമയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർച്ച് 1 അനുരഞ്ജന ദിനമായി ആചരിച്ചു. രാവിലെ 5:30 മുതൽ വൈകുന്നേരം 8:30 വരെ തുടർച്ചയായി വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയാണ് അനുരഞ്ജന ദിനം ആചരിച്ചത്. അതോടൊപ്പം ഓരോ മാസവും വിധങ്ങളായ പ്രോഗ്രാമുകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഭരണങ്ങാനം വികാരി ഫാദർ അഗസ്റ്റിൻ പാലക്കപ്പറമ്പിൽ പറഞ്ഞു. KCYM ഇടുക്കി രൂപത പ്രസിഡന്റായി സാം സണ്ണി പുള്ളിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അടിമാലി ആത്മജ്യോതി പാസ്റ്റൽ സെന്ററിൽ വെച്ച് നടന്ന സെനറ്റ് സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജനറൽ സെക്രട്ടറിയായി അമൽ ജിജു ജോസഫ്, വൈസ് പ്രസിഡന്റുമായി ഡാമൽ കെ ഷിബു, സൗവർണിക സന്തോഷ്, ട്രഷററായി ജിതിൻ ജോൺസൺ, സെക്രട്ടറിമാരായി ഡെല്ല മാത്യു, ഐബിൻ വി ഐസക് എന്നിവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ആൻമരിയ ഷാജു, അമിത ട്രിസ ജാൻ, അബിൻ ജോൺസൺ, ഡൊണാൾഡ് ജോസഫ്, റെജി എന്നിവരെയും തെരഞ്ഞെടുത്തു. കോതമംഗലം CSN പ്രൊഫസർ സുപ്പീരിയർ സിസ്റ്റർ ലിൻസി CSN സെനറ്റ് സമ്മേളനവും ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മീഡിയ കമ്മീഷൻ പാലായുമായി സഹകരിച്ച് വലിയ നോമ്പിലെ 50 ദിവസങ്ങളിലും ആത്മീയ ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഇംഗ്ലീഷിൽ നൽകുന്ന 5 മിനിറ്റിൽ താഴെയുള്ള ചിന്തകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ചിക്കാഗോ രൂപതംഗമായ ഫാദർ കെവിൻ മുണ്ടയ്ക്കലാണ്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, UK എന്നിവിടങ്ങളിൽ നിന്നുമുള്ള സീറോ മലബാർ യുവാക്കളാണ് ചിന്തകൾ പങ്കുവയ്ക്കുക. യുവജനങ്ങൾ ഹൃദയത്തിൽ നിന്നും അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നൽകുന്ന ഈ സന്ദേശങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് സെയിന്റ് അൽഫോൺസ ഷ്രൈൻ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളിലും സംപ്രേഷണം ചെയ്യും. ഭാരതസഭയിൽ ആദ്യമായി ഇംഗ്ലണ്ടിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ വാൽസിംഗ്ഹാമിലെ വാൽസിംഗ്ഹാം മാതാവിന്റെ ഗ്രോട്ടോ തലശ്ശേരി അതിരൂപതയിൽ സ്ഥാപിച്ചു. വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ധാർമ്മികവും ആത്മീയമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന MSMI സന്യാസിനി സമൂഹത്തിന്റെ കൗൺസിലിംഗ് സെന്ററായ നവദർശൻ സെന്ററിലാണ് വാൽസിംഗ്ഹാം മാതാവിന്റെ രൂപം സ്ഥാപിച്ചത്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് ഞർലക്കാട്ട് ഗ്രോട്ടോയുടെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാൻ ദേവദാസൻ ബിഷപ്പ് ജെറോം മരിയ ഫെർണാണ്ടസിന് സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 4ാമത് ഗുഡ് സമരിറ്റൻ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ബഹുമാനപ്പെട്ട മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് സമ്മാനിച്ചു. കൊല്ലം ബിഷപ്പ് കത്തർലാലി സെന്ററിൽ നടന്ന ചടങ്ങിൽ കൊല്ലം രൂപതാ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മറിയാമ്മ ഉമ്മൻചാണ്ടിക്ക് പുരസ്കാരം നൽകി. കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാനായ ദേവദാസൻ ജെറോം മരിയ ഫെർണാണ്ടസ് പിതാവ് നിത്യതയിലേക്ക് കടന്നുപോയതിന്റെ 33ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം നൽകിയത്. റോമിൽ പഠനരംഗത്തും വിവിധ കർമ്മരംഗങ്ങളിലും വ്യാപൃതരായിരിക്കുന്ന സീറോ മലബാർ, സീറോ മലങ്കര സഭകളിലെ വൈദികരുടെയും സമർപ്പിതരുടെയും ബ്രദേഴ്സിന്റെയും കൂട്ടായ്മയായ മാർത്തോമ യോഗത്തിന്റെ റൂബി ജൂബിലിയുടെ ഭാഗമായി റോമിലെ പ്രധാന ബസിലിക്കകളിൽ ഒന്നായ മരിയ മെജോറോ ബസിലിക്കയിലെ പൗളീനോ ചാപ്പലിൽ വെച്ച അഭിവന്യ കർദിനാൾമാർ ജോർജ് കുവക്കാട്ട് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പണവും എടിയനോടൊപ്പം സംഗമവും നടത്തി. മാർത്തോമ യോഗം വൈസ് പ്രസിഡന്റ് റവറന്റ് ഫാദർ ഫെമിൻ ചുറ്റിലപ്പള്ളിയും സീറോ മലങ്കര സഭയുടെ പ്രതിനിധിയായ റവറന്റ് ഡോക്ടർ ഡൊമിനിക് മൂഴിക്കരയും സഹകാർമ്മികരായിരുന്നു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.